താരതമ്യേന യുവതാരങ്ങളടങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിനെ നയിച്ച ഹാർദിക് പാണ്ഡ്യയ്ക്ക് തലമുതിർന്ന താരങ്ങളുള്ള മുംബൈയിൽ അതിജീവനം പാടായി. ക്യാപ്റ്റൻസി മോഹിച്ചിരുന്ന താരങ്ങളിൽ പലരും പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. കളിക്കളത്തിലെ ക്യാപ്റ്റൻ ഹാർദിക്കിൻ്റെ തീരുമാനങ്ങൾ വിമർശനങ്ങൾ കടുപ്പിച്ചു. ലോകോത്തര താരമായ ജസ്പ്രീത് ബുംറയിൽ നിന്ന് ഓപ്പണിംഗ് ബൗളിംഗ് ഏറ്റെടുത്തതും ബാറ്റിംഗ് ഓർഡറിലെ മാറ്റങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു. മധ്യനിരയിൽ റൺസ് ഉയർത്തേണ്ട ഘട്ടത്തിൽ ഈ സമ്മർദ്ദമെല്ലാം അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിനെ തികച്ചും പരാജയമാക്കി. പന്തുകൊണ്ടോ ബാറ്റ് കൊണ്ടോ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ ഹാർദിക്കിൽ നിന്നും അകന്നുപോയി. രോഹിതിനെയും ബുംറയെയും സൂര്യകുമാർ യാദവിനെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിലെ പിഴവുകളും ടീമെന്ന നിലയിൽ തിരിച്ചടിയായി. മുംബൈ ഡ്രസ്സിംഗ് റൂമിൽ കടുത്ത ഭിന്നതകളെന്ന വാർത്തകൾ പതിവായി. ഹാർദിക് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ആദ്യ സീസണിൽ മുംബൈ അടപടലം പാളി ഏറ്റവും പിന്നിൽ 10ാം സ്ഥാനത്തായി. 14 കളികളിൽ 10ലും ടീം തോൽക്കുകയായിരുന്നു. സ്വന്തം തട്ടകത്തിൽ പോലും കൂവലേറ്റു വാങ്ങിയ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ മറുപടി നൽകിയത് 2020 ലോകകപ്പിലാണ്. നാവുകൊണ്ടല്ല, ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും. 8 മത്സരങ്ങളിൽ നിന്ന് 151 സ്ട്രൈക്ക് റേറ്റോടെ 144 റൺസ്, 7.6 ഇക്കോണമിയിൽ 11 വിക്കറ്റുകൾ. ഒരു T20 ലോകകപ്പിൽ 100ലേറെ റൺസും 10ലേറെ വിക്കറ്റുകളും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഫൈനലിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച അവസാന ഓവർ എറിഞ്ഞതും അപകടകാരിയായ ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് വീഴ്ത്തിയതും മറ്റാരുമായിരുന്നില്ല. സൂര്യകുമാർ യാദവ് എടുത്ത അവിശ്വസനീയമായ ക്യാച്ചും കണ്ണീരണിഞ്ഞ രോഹിത് ശർമ്മയും കെട്ടിപ്പിടിച്ച ജസ്പ്രീത് ബുംറയും അതിന് നടുവിൽ ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു ചെറു പതിപ്പാണ് അവിടെ സൃഷ്ടിച്ചത്. മാസങ്ങൾക്ക് മുൻപ് കാണാതിരുന്നൊരു ഐക്യം അന്ന് നമ്മളവിടെ കണ്ടു. IPLൽ നേരിട്ട എല്ലാ അപമാനങ്ങൾക്കും ഹാർദിക് പാണ്ഡ്യയുടെ മറുപടിയായിരുന്നു അത്. IPL 2025 മുംബൈ ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. തൊട്ടു മുൻപത്തെ അവസാന സ്ഥാനക്കാരിൽ നിന്ന് പ്ലേ ഓഫിലെ 4ാമത്തെ ടീമായി മുംബൈ മാറിയത് ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയിലും മഹേല ജയവർദ്ധനയുടെ തന്ത്രങ്ങളിലുമാണ്. ആദ്യ 5 മത്സരവും തോറ്റ ശേഷം തുടരെ 6 കളികൾ ജയിച്ചാണ് അന്ന് അവർ അവസാന 4ൽ എത്തുന്നത്. എലിമിനേറ്ററിൽ ഹാർദിക് തോൽപ്പിച്ചത് തൻ്റെ മുൻ ടീമായ ഗുജറാത്തിനെയായിരുന്നു. പക്ഷേ 2ാം ക്വാളിഫയറിൽ പഞ്ചാബിനോട് തോറ്റ് ഫൈനൽ നഷ്ടമാവുകയായിരുന്നു. ബുംറയുടെയും സൂര്യകുമാറിൻ്റെയും തിരിച്ചുവരവ് കൂടിയായിരുന്നു ആ സീസൺ.